ഞാൻ പലപ്പോഴും ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, പ്രിയമുള്ളവരെ. സഭാഹോളിനകത്തെ നിങ്ങളുടെ പ്രവൃത്തി നോക്കിയല്ല നിങ്ങളെ ദൈവം സ്വർഗ്ഗത്തിൽ കയറ്റുന്നത്. സഭായോഗത്തിന് പുറത്ത് നിങ്ങൾ എന്തോ ചെയ്യുന്നു അത് നോക്കിയാണ് ദൈവം സ്വർഗ്ഗത്തിൽ കയറ്റുന്നത്. നമ്മുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, സഭാഹോളിനകത്ത് നമ്മൾ എന്തൊക്കെ കാണിക്കുന്നോ സഭാഹോളിനകത്തെ പെർഫോമൻസ് വെച്ചാണ് നമ്മളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്നത്. അല്ല, സഭാഹോളിന് പുറത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ളതാണ് വിഷയം. സഭാഹോളിന് പുറത്ത് നമുക്ക് യേശു ആരാണ്? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. സഭാഹോളിന് പുറത്ത് അവൻ ആത്മമണവാളനാണെങ്കിൽ അവൻ എല്ലായിടത്തും ആത്മമണവാളനാണ്. ഇവിടെ ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, ഇവരെല്ലാവരും അവർ ചെയ്ത കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, പ്രവചനവും അന്യഭാഷയും വീരപ്രവൃത്തിയെല്ലാം പറഞ്ഞു. ഇവരാരും ചോദിക്കുന്നില്ല, കർത്താവേ നീ എന്താ ഞങ്ങൾക്ക് തുറന്നു തരാത്തത്? നീ ഞങ്ങളുടെ ആത്മമണവാളനല്ലേ? ഞാൻ നിന്റെ കാന്തയല്ലേ? നീ എൻ്റെ കാന്തനല്ലേ? നിനക്ക് എങ്ങനെ എനിക്കെതിരെ വാതിൽ കൊട്ടിയടയ്ക്കാൻ പറ്റുമെന്ന് ആരെങ്കിലും ചോദിച്ചോ? ഇല്ല. കാരണം അവർക്ക് ആർക്കും അപ്രകാരമുള്ള ഒരു ബന്ധമില്ലായിരുന്നു. ഇന്നും സഭയിലെ ഒരു പ്രശ്നം അതാണ്. സഭയിൽ ജനങ്ങൾ യേശുവുമായി കാന്തനും കാന്തയും എന്നതുപോലെയുള്ള ഒരു ആത്മബന്ധമില്ല. അതില്ലാത്തിടത്തോളം കാലം നമ്മുടെ സഭ ഒരു പരാജയമാണ്. അതുകൊണ്ടാണ് യോവേൽ പ്രവാചകൻ പറയുന്നത്, യൗവനത്തിൽ ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യയെ പോലെ, ലൈക്ക് എ വെർജിൻ ലോസ് ഹെർ ഹസ്ബൻഡ്, നിങ്ങൾ അലമുറയിട്ട് അല്ലെങ്കിൽ രട്ടുടുത്ത് വിലപിക്കുവിൻ എന്ന് പറയുന്നതിൻ്റെ കാരണം ഈ ബന്ധത്തിലേക്കാണ് നമ്മൾ ജനങ്ങളെ നയിക്കേണ്ടത്. ഈ ബന്ധത്തിലേക്ക് നിങ്ങൾ ജനങ്ങളെ നയിച്ചാൽ നിങ്ങളുടെ സഭയിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. കാര്യം അവർ വസ്തുക്കളും മറ്റുള്ള കാര്യങ്ങളും ഒന്നും അല്ല അവരുടെ വിഷയം. അവർ സഭയിലെ കസേര ഒന്നും അവർ നോക്കത്തില്ല. അവർക്ക് ആകെപ്പാടെ ആര് മാത്രം മതി? യേശു. കാര്യം യേശു മണവാളനാണ്. ഈ മണവാളൻ എന്നുള്ള ബന്ധം അതൊരു നിരന്തര ബന്ധമാണ്. ബാക്കിയുള്ള ബന്ധമൊക്കെ ഉണ്ടല്ലോ, അന്യഭാഷ പറയുന്നതും പ്രവചിക്കുന്നതൊക്കെ സഭാഹോളി വരുമ്പോഴോ അല്ലെങ്കിൽ എല്ലാ വീര്യപ്രവൃത്തികളും എല്ലാ കൃപാവര ശുശ്രൂഷകളും ഒക്കെ ശുശ്രൂഷയുടെ ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ, അല്ലാത്തപ്പോഴൊന്നുമില്ലല്ലോ. പക്ഷേ ആത്മമണവാളൻ എന്ന് പറയുന്ന ബന്ധം എങ്ങനെയുള്ളതാണ്? അത് സഭാഹോളിനകത്തും സഭാഹോളിന് പുറത്തും എല്ലായ്പ്പോഴും ഊണിലും ഉറക്കത്തിലും രാത്രിയും പകലും എല്ലാ കോണ്ടിനെൻസ് മാറിയാലും അവിടെ എല്ലാം മാറാതെ മായാതെ നിൽക്കുന്ന ബന്ധമാണ് എന്ത്? മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധം. ആ ഒരു ബന്ധം യേശുവുമായിട്ടുണ്ടോ? ആ ഒരു ബന്ധത്തിലേക്ക് നമ്മുടെ ജനങ്ങൾ വളർന്നിട്ടുണ്ടോ? നമ്മുടെ ബീയിങ്ങിൻ്റെ ഭാഗമാണോ യേശു? എൻ്റെ ഭാര്യയോട് ആരാ നിങ്ങളുടെ ഭർത്താവെന്ന് ചോദിച്ചാൽ ആ കുറിയന്നൂർ IPC സഭയുടെ ആ വിവാഹ രജിസ്റ്റർ ഒന്ന് എടുത്ത് നോക്കട്ടെ, അതിനകത്ത് എന്തോ എഴുതിയേക്കുന്നതെന്ന് എന്നാരെങ്കിലും പറയൂ? എന്തുകൊണ്ട് പറയത്തില്ല? അതിൻ്റെ ആവശ്യമില്ല. ഊണിലും ഉറക്കത്തിലും അവൾക്ക് ഒരു ഭർത്താവേ ഉള്ളൂ. ഞാൻ ഇവിടുന്ന് 8000 കിലോമീറ്റർ ദൂരെ ഡാറസ്സലാമിലാണെങ്കിലും ടാൻസാനിയയിലാണെങ്കിലും അല്ലെങ്കിൽ മൊസാംബിക്കിലാണെങ്കിലും എനിക്ക് എൻ്റെ ഭാര്യ ആരാണെന്നറിയാൻ വിവാഹ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ആത്മബന്ധം ഡിഫറൻ്റ് ആണ്. ഇതുപോലെയുള്ള ബന്ധം യേശുവുമായിട്ടുണ്ടോ? ബാക്കിയുള്ള ബന്ധമൊക്കെ വേറെ. നമുക്ക് വീട് തന്നു കർത്താവ്, എനിക്ക് കാറ് തന്നു കർത്താവ്, എനിക്കൊരു ജോലി തന്നു കർത്താവ്, എനിക്ക് പണം തന്നു കർത്താവ്, എൻ്റെ രോഗത്തെ സൗഖ്യമാക്കി. ഈ ബന്ധമെല്ലാം മാറും സഹോദരങ്ങളെ. ഈ ബന്ധം കൊണ്ടൊന്നും നിലനിൽക്കാൻ പറ്റത്തില്ല. നിലനിൽക്കുന്ന ബന്ധം എന്തേ ഉള്ളൂ? കാന്തനും കാന്തയും തമ്മിലുള്ള ബന്ധമാണ് നിലനിൽക്കുന്നതായ ബന്ധം. അതുകൊണ്ട് ഇന്ന് ക്രൂസൈഡുകാർ പഠിപ്പിക്കുന്ന ബന്ധം കൊണ്ടൊന്നും സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ കർത്താവ് എൻ്റെ രോഗം സൗഖ്യമാക്കി, അതുകൊണ്ട് ഞാൻ നേരെ സ്വർഗത്തിൽ. ആരും ചിന്തിക്കണ്ട, കർത്താവ് രോഗം സൗഖ്യമാക്കിയ ആയിരക്കണക്കിന് ആളുകൾ പലസ്തീനിലുണ്ടായിരുന്നു. അവരെല്ലാം സ്വർഗത്തിൽ പോയോ? കർത്താവ് രോഗം സൗഖ്യമാക്കിയ ആയിരക്കണക്കിന് ആളുകൾ യേശുവിൻ്റെ കാലഘട്ടത്തിൽ പലസ്തീനിലില്ലായിരുന്നോ? അവരെല്ലാം സ്വർഗത്തിൽ പോയോ? അതുകൊണ്ട് കർത്താവിൻ്റെ രോഗം സൗഖ്യമാക്കി എന്ന് പറയുന്ന ബന്ധം കൊണ്ടൊന്നും അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. ബന്ധമുണ്ടാകേണ്ടത് ആത്മമണവാളൻ. അവൻ നിന്റെ ഭർത്താവാകുമ്പോഴാണ് നിന്റെ ബന്ധം നിത്യ ബന്ധമാകുന്നത്. അവിടെയാണ് നിത്യസ്നേഹമാകുന്നത്. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു നമ്മൾ പാട്ട് പാടുമ്പോൾ നമ്മൾ ഓർക്കണം. നിത്യസ്നേഹത്താൽ നമ്മളൊരു ജോലിക്കാരനെ സ്നേഹിക്കത്തില്ല. നിത്യസ്നേഹത്താൽ ഒരു ഡോക്ടർ ഒരു പേഷ്യൻറ്റിനെ സ്നേഹിക്കത്തില്ല. ഇവ ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുള്ള ബന്ധമേ ഉള്ളല്ലോ പലർക്കും യേശു കർത്താവുമായിട്ട്. അവിടെ എവിടെയാണ് നിത്യസ്നേഹം? നിത്യസ്നേഹം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹമാണ്. ആ ഭർത്താവിൻ്റെ അടുപ്പം നമുക്ക് നഷ്ടപ്പെട്ടെങ്കിൽ, ഇഫ് യു ഹാവ് ലോസ്റ്റ് യുവർ ഫീലിംഗ് ഓഫ് ജീസസ് ആസ് യുവർ ഓൺ ഹസ്ബൻഡ്, അലമുറയിട്ട് കരയാനായിട്ട് നേരമായി. ഭർത്താവ് നഷ്ടപ്പെട്ടാൽ അവളുടെ ഭാവി നഷ്ടപ്പെട്ടെന്ന് അതിൻ്റെ അർത്ഥം. വസ്തു നഷ്ടപ്പെട്ടെന്നല്ല. വസ്തു ഉണ്ടെങ്കിലും ഭർത്താവ് നഷ്ടപ്പെട്ടാൽ, ഏതെങ്കിലും ഭാര്യ, ബോധമുള്ളൊരു ഭാര്യ പറയുമോ, കല്യാണം കഴിച്ചു ഭർത്താവ് മരിച്ചുപോയി, ഓ കുഴപ്പമൊന്നുമില്ല, പുള്ളി വസ്തുവല്ല എൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടാണ് ഏതാണെങ്കിലും ചത്തത്, അങ്ങേരില്ലെങ്കിലും അങ്ങയുടെ വസ്തുവും സ്വത്തും എല്ലാം എനിക്ക് ഉണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ഇന്ന് മിക്കവർക്കും യേശുവുമായിട്ടുള്ള ബന്ധം. കർത്താവ് അല്ലെങ്കിൽ കർത്താവ് അവർക്ക് മരിച്ചിരിക്കുകയാണ്. കർത്താവ് അവർക്കൊരു യാഥാർത്ഥ്യമല്ല. പക്ഷെ കർത്താവ് കൊടുക്കുന്ന വീടുണ്ട്, കർത്താവ് കൊടുത്ത കാറുണ്ട്, കർത്താവ് കൊടുത്ത ജോലിയുണ്ട്, കർത്താവ് കൊടുത്ത രോഗസൗഖ്യമുണ്ട്, കർത്താവ് കൊടുത്ത എല്ലാം ഉണ്ട്. കർത്താവ് കൊടുത്തത് അവിടെയുണ്ട്, പക്ഷെ അവിടെ കർത്താവില്ല. ഭർത്താവ് മരിച്ച ഒരു വ്യക്തി അവളുടെ ഭാവി നഷ്ടപ്പെട്ടാണ്. ഒരു സ്ത്രീയുടെ ഭാവി അവളുടെ ഭർത്താവും ഒന്നിച്ചുള്ള ജീവിതമാണ്, അല്ലാതെ ഭർത്താവിൻ്റെ സ്വത്തല്ല. ലമൻറ്റ്. ഞാനിന്ന് ചോദിക്കട്ടെ, എവിടെയാണ് നിങ്ങളുടെ ഭർത്താവായ യേശു കർത്താവ്? ഈസ് ഹി എ റിയാലിറ്റി? സഭയ്ക്ക് അവളുടെ ഭർത്താവിനെ നഷ്ടപ്പെട്ട അവസ്ഥയാണിന്ന്.
കർത്താവിനെ സഭയിൽ കാണാനില്ല, ബാക്കിയെല്ലാം സഭയിലുണ്ട്. നമ്മൾ കർത്താവിനെക്കുറിച്ചുള്ള പാട്ട്, കർത്താവിനെക്കുറിച്ച് നമ്മൾ പാട്ട് പാടുന്നു സഭാഹോളിൽ, കർത്താവിൻ്റെ പേരിൽ എല്ലാം ഉണ്ട്, കർത്താവിനെ ആരാധന എല്ലാം ഉണ്ട്. പക്ഷെ കർത്താവില്ല. പാട്ടുണ്ട്, കർത്താവിനെ കുറിച്ചുള്ള പാട്ടുണ്ട്, വേദപുസ്തക വായനയുണ്ട്, കർത്താവിൻ്റെ കത്തുകൾ ഒരുപക്ഷെ വായിക്കുന്നു, അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനം നമ്മൾ വായിക്കുന്നു, കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നു, കർത്താവിൻ്റെ അത്താഴമുണ്ട്, പക്ഷേ കർത്താവില്ല. ഞാനെന്താണ്, നമ്മൾ വെറുതെ തമാശയ്ക്ക് പറഞ്ഞു പോകുന്ന കാര്യമല്ല. ഇത് ഇന്നത്തെ ഏത് സഭയും എടുത്തോ, നല്ല ഒരു ശതമാനം ആളുകൾ, അത് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് നിങ്ങൾ കണക്ക് കൂട്ടുക, നല്ലൊരു ശതമാനം ആളുകൾ, സഭയിലെ നല്ലൊരു ശതമാനം ആളുകൾക്ക് യേശു ഒരു ഭർത്താവെന്നത് പോലെയുള്ള ഒരു യാഥാർത്ഥ്യം അനുഭവിക്കാൻ കഴിയാത്തവരായിരിക്കും. അതാണ് സഭയുടെ പിന്മാറ്റത്തിൻ്റെ അവസ്ഥ. ആരും കർത്താവിനെ കാണുന്നില്ല, ആർക്കും കർത്താവ് യാഥാർത്ഥ്യമായില്ല. ഞാൻ പറയട്ടെ പ്രിയ സഭയെ, വിലപിക്കേണ്ട സമയമാണിത്, കരഞ്ഞ് വിലപിക്കേണ്ട സമയം. നമ്മൾ നമ്മുടെ ഭർത്താവിനെ കാണുന്നുണ്ടോ? രട്ടുടുത്ത് വിലപിക്കാന്ന് പറഞ്ഞിരിക്കുന്നത് 8-ാമത്തെ വാക്യത്തിൽ വായിച്ചിരിക്കുന്നത് ഇൻ സാക്ലോത്ത്സ്. എന്തുകൊണ്ടാണ് രട്ടുടുത്ത് വിലപിക്കുക എന്ന് പറയാൻ കാര്യം? രട്ടുടുക്കുക എന്നുള്ള സാക്ലോത്ത്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പുരോഹിതന്മാരോട് എല്ലാം പറയുന്നുണ്ട് സാക്ലോത്ത്സ്. എന്താണ് രട്ടുടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവളുടെ വലിയ നഷ്ടത്തിലുള്ള ദുഃഖത്തിൽ എന്ത് ചെയ്യുന്നില്ല, തങ്ങളെ തന്നെ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കത്തക്ക രീതിയിലോ ആഘോഷങ്ങളോ ഒന്നുമില്ല. അവർക്ക് ആഘോഷമില്ല. ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീക്ക് എന്തില്ല? ആഘോഷമില്ല. പക്ഷെ ഇന്ന് കർത്താവില്ല, പക്ഷെ നമുക്കെല്ലാം ആഘോഷമുണ്ട്. വി ആർ നോട്ട് ഇൻ സാക്ലോത്ത്സ്. നമ്മൾ പടുവള മിന്നുന്ന വസ്ത്രങ്ങളുമായിട്ടാണ് സഭയിൽ. ഉടുക്കുന്ന വസ്ത്രങ്ങളുടെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. അതിനപ്പുറത്തായിട്ട് എന്താണ്, സഭ യേശു കർത്താവിൻ്റെ മണവാളനെ അറിയാതെയും സഭ ഇന്ന് ആഘോഷിക്കുകയാണ്. വി ഹാവ് ലവ് ഫീസ്റ്റ്, നമുക്ക് പിക്നിക് ഉണ്ട്, ലവ് ഫീസ്റ്റ് ഉണ്ട്, നമുക്ക് സൺഡേ സ്കൂൾ കോമ്പറ്റീഷൻ ഉണ്ട്, നമുക്ക് സ്കിറ്റ് ഉണ്ട്, നമുക്ക് വർഷിപ്പ് സോങ്സ് ഉണ്ട്. ഭർത്താവില്ലാത്ത ആഘോഷമാണ്. എന്താ നമുക്കില്ലാത്തത്? ഇന്നിപ്പം എൻ്റർടൈൻമെൻറ്റ് സഭയായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ സഭകൾ. എൻ്റർടൈൻമെൻ്റ് ആണ് ഇന്ന് നോക്കുന്നത്. ഡിസ്കോ ക്ലബിനെ വെല്ലുന്ന രീതിയിലാണ് ഇന്ന് സഭാഹോൾ പണിയുന്നത്. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓഡിയോ സിസ്റ്റം വരുത്തി വെച്ചിട്ട് അതിൻ്റെ ലൈറ്റിംഗ് എന്തൊക്കെയാണ്, സ്മോക്ക് മെഷീനൊക്കെ അല്ലേ കൊണ്ടുവച്ചിരിക്കുന്നത് സഭാഹോളിനകത്ത്. യെശയ്യാപ്രവചനത്തിൽ സറാബുകളുടെ ആർക്കുന്ന ശബ്ദം കൊണ്ട് ഉമ്മരപ്പടികൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു. അന്ന് സറാബുകൾ പാടിയപ്പോൾ ആലയം പുക കൊണ്ട് നിറഞ്ഞു. ഇപ്പം സ്മോക്ക് മെഷീൻ വേണം ആലയം പുക കൊണ്ട് നിറയാൻ. കാര്യം എന്നറിയാമോ? ഭർത്താവില്ല. യേശുവിൻ്റെ അഭാവത്തിലാണ് സഭ ഇന്ന് ആഘോഷിക്കുന്നത്. യേശുവിനെ അറിയാതെയാണ് ഈ സകല പിക്നിക്കും കാര്യങ്ങളും നടത്തുന്നത്, എല്ലാ സ്കിറ്റും നടത്തുന്നത്, എല്ലാ എൻ്റർടൈൻമെൻറ്റും നടത്തുന്നത്. ഇന്ന് നമ്മൾ പറയുന്നത് പരമ ബോറാണെന്നേ, 2.5 മണിക്കൂറോടെ പോയി കുത്തിപ്പിടിച്ചിരുന്ന്. അപ്പോൾ ബോറിങ് മാറ്റാൻ എന്തും ഇന്ന് കാണിക്കും. ഇന്നത്തെ ആധുനിക സഭ എന്ന് വിളിക്കപ്പെടുന്ന അവർ പറയുന്ന സഭ എന്നാ വർഷിപ്പ് സംഘങ്ങളുണ്ടല്ലോ, അവർ മാക്സിമം എൻ്റർടൈൻമെൻ്റ് ആണ് കൊടുക്കുന്നത്, അല്ലാതെ ലൈഫല്ല കൊടുക്കുന്നത്. അതായത് ഒരു ഡിസ്കോ ക്ലബ്ബിൽ ചെന്നാൽ എന്തെല്ലാം കാണിക്കാമോ അതെല്ലാം ഇവർക്ക് ഇവിടെ കാണിക്കാം. ഈ വർഷിപ്പ് സംഘത്തിൽ വന്നിട്ട് കാണിക്കാം. ആടാം, പാടാം, ചാടാം, കൈ പൊക്കാം, കൈ ഉയർത്താം, തലകുത്തി മറിയണേ തലകുത്തി മറിയാം. ചിലപ്പോൾ യു ഡു എനിത്തിങ് യു വോണ്ട്. ഇത് തന്നെയാണ് ഡിസ്കോ ക്ലബ്ബിലും പറയുന്നത്. അതിന് തുല്യമായ നിലയിൽ 20,000 വാട്ട്സ് മ്യൂസിക്കിൽ പാട്ടുമൊക്കെ വെച്ചിട്ട് ആടിച്ച് പൊളിച്ച് വിയർത്ത് കുളിച്ച്, അല്ലാതെ വേറെ ഒന്നും നടക്കുന്നില്ല. ഞാൻ ഇപ്പോൾ ഒത്തിരി അടുത്ത് പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട്. എൻ്റെ CD ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പല ഉദാഹരണം ആവർത്തിക്കും. ഞാൻ പറയാറുണ്ട്, ഇത് ട്രെഡ്മില്ലേ നടക്കുന്നത് പോലെയാണ്, ഓടുന്നത് പോലെയാണെന്ന്. ട്രെഡ്മില്ലിൽ നമുക്കറിയാലോ, ട്രെഡ്മില്ല് രാവിലെ വ്യായാമത്തിന് വേണ്ടി നമ്മൾ ട്രെഡ്മില്ലേ കയറി കഴിഞ്ഞാൽ ഓടിയാൽ ഉണ്ടാകുന്ന പ്രത്യേകത എന്നറിയാമോ? നമുക്കിങ്ങനെ ഓടുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഓടുകയല്ലേ, അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് വലിയൊരു സന്തോഷമാണ്. നമ്മൾ ഇത്ര ഓടിയെന്ന് മീറ്ററെ കാണിക്കും. 1 കിലോമീറ്റർ, 2 കിലോമീറ്റർ ഓടുക, 3 കിലോമീറ്റർ, 4 കിലോമീറ്റർ, 5 കിലോമീറ്റർ. ഈ ഓട്ടമെല്ലാം ഓടി കഴിയുമ്പോഴത്തേക്ക് 5 കിലോമീറ്റർ നമ്മൾ ഓടി വിയർത്ത് കുളിച്ച് ഭയങ്കര മാനസിക സംതൃപ്തി. പക്ഷേ ട്രെഡ്മില്ലിന് താഴെ ഇറങ്ങുമ്പോഴാണ് അറിയുന്നത് നമ്മൾ നിന്നിടത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഈ 5 കിലോമീറ്റർ മീറ്ററേലേ ഉള്ളൂ, ജീവിതത്തിലില്ല. പലപ്പോഴും സഭ ആരാധനകൾ ഇതുപോലെ ആയിപ്പോയി, ട്രെഡ്മില്ലിലെ ഓട്ടം പോലെ. വിയർത്ത് കുളിച്ച് നമുക്കൊരു മാനസിക സംതൃപ്തി ഉണ്ടാകുന്നു, പക്ഷേ ജീവിതത്തിൽ ഒരു മുന്നേറ്റവും ഉണ്ടായിട്ടില്ല. എൻ്റർടൈൻമെൻ്റ് അല്ല സഭ. പാട്ട് പാടരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല, കൈകൊട്ടരുതെന്ന് പറയുന്നില്ല, അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഭർത്താവില്ലാത്ത ആഘോഷമായി പോകരുത്. അതുകൊണ്ടാണ് ലമൻറ്റ്, നീ സാക്ലോത്ത്സ് ധരിക്കുക എന്നുള്ളതാണ്. സാക്ലോത്ത്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് യു ഡു നോട്ട് ഫീൽ ദ പ്രസൻസ് ഓഫ് യുവർ ബ്രൈഡ് റൂം ജീസസ് ക്രൈസ്റ്റ്, സ്റ്റോപ്പ് യുവർ സെലിബ്രേഷൻ. യേശുവിൻ്റെ സാന്നിധ്യം യഥാർത്ഥത്തിൽ അനുഭവിക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തി സഭയിലെ സകല സെലിബ്രേഷൻസിന് ഒരു മൊറട്ടോറിയം പ്രഖ്യാപിക്കുക. ആദ്യം എൻ്റെ യേശുവിനെ, എൻ്റെ ഭർത്താവിനെ ഞാനൊന്ന് അറിയട്ടെ, അതൊന്ന് അനുഭവിക്കട്ടെ. എല്ലാ ആഘോഷങ്ങൾക്കും ഒരു മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ട് രട്ടുടുക്കണം. നിങ്ങളുടെ ദുഃഖം പുറത്തു വരട്ടെ. ഉപവാസത്തെക്കുറിച്ച് കർത്താവ് എൻ്റെ അടുത്ത ആളുകൾ വന്ന് ചോദിച്ചു, പരീശന്മാരും യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഒക്കെ ഉപവസിക്കുന്നുണ്ട്, നിൻ്റെ ശിഷ്യന്മാരെന്താണ്?
ഉപവസിക്കാത്തത്. കർത്താവ് പറഞ്ഞു, മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിക്കാൻ കഴിയുകയില്ല. മണവാളൻ പോകുന്ന സമയം വരും, അപ്പോൾ അവർ ഉപവസിക്കും. അതിൻ്റെ ഒരു ആത്മീയ യാഥാർത്ഥ്യം ഒളിച്ചു കിടപ്പുണ്ട്. എന്താണെന്നറിയാമോ? എപ്പോഴാണ് ഉപവസിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മണവാളൻ കൂടെയില്ലാത്ത അവസ്ഥയിലാണ് ഉപവസിക്കേണ്ടതെന്ന്. എന്ന് വെച്ചാൽ, എപ്പോൾ മണവാളൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലയോ, എപ്പോൾ യേശു എൻ്റെ മണവാളനായി എൻ്റെ അടുത്ത് വന്ന് എന്നെ തൊടുകയും തലോടുകയും ചെയ്യുന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലയോ, അപ്പോൾ എൻ്റെ ആത്മീയ ദുസ്ഥിതിയാണെന്നത് മനസ്സിലാക്കി മണവാളൻ്റെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിക്കത്തക്ക നിലയിലുള്ള ആത്മീക അവസ്ഥയിലേക്ക് ഉയരേണ്ടതിന് വേണ്ടി ഞാൻ ഉപവാസത്തോടുകൂടെ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. സോ ദ പീപ്പിൾ ദേ ലോസ്റ്റ് ദ പ്രസൻസ് ഓഫ് ദ ബ്രൈഡ്ഗ്രൂം ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് ഉപവാസവും ആഘോഷമാണ്. അതതിനേക്കാളും വലിയ പ്രശ്നം. ഉപവാസം എന്തിനാണ്? ആഘോഷം ഇല്ലാതെയാക്കാനാണ് ഉപവാസം. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. രട്ടുടുത്ത് ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോപ്പ് സെലിബ്രേഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. രട്ടുടുത്ത് ഉപവസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സെലിബ്രേഷൻ നിർത്ത്, കരയാനുള്ള സമയം. പക്ഷേ ഇന്ന് ഉപവാസം സെലിബ്രേഷനാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നിങ്ങൾ ഉപവസിക്കുമ്പോഴത്തേക്ക് ആരും അറിയരുതെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എന്താണെങ്കിലും ഇവിടെ ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് പബ്ലിക് സ്റ്റേഡിയം ബുക്ക് ചെയ്യുകയാണ്. എന്നിട്ട് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ വടക്കേ അറ്റം വരെ കുറേ സിനിമാ നടന്മാരുടെ വെല്ലുന്ന ഹോർഡിങ്ങും വെച്ചിട്ട് ഉപവാസ പ്രാർത്ഥന, ഉപവാസ യജ്ഞം 41 ദിവസം. എന്നിട്ട് ഒരു ദിവസം 2 പേരെ വെച്ച് പ്രസംഗിക്കാൻ വിളിക്കും. ഓരോ ദിവസം ഓരോ പാട്ടുകുറിപ്പിനെ വിളിക്കും. ഉപവാസം കഴിയുമ്പോഴത്തേക്ക് 11 ലക്ഷം രൂപ ചിലവ്. ഉപവാസത്തിന് എന്തോന്ന് ചിലവ്? പക്ഷേ ഉപവാസത്തിന് എന്തോ ഇത്ര വലിയ ചിലവ്?